അപ്പോൾ ഗപ്പിക്കുളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ബ്രീഡേഴ്സിനും ഗപ്പി വളർത്തുന്ന എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ മുന്നോട്ട് കാണാം കേട്ടോ. നമ്മൾ ഒട്ടുമിക്ക ബ്രീഡേഴ്സിന് എല്ലാത്തിനും വരുന്നൊരു പ്രശ്നമാണ് ഗപ്പീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെഡ് ആയി പോവുക, അത് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റാതെ വരിക. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഡെഡായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബാച്ചിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് സേഫ് ആക്കി എടുക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. എക്സാമ്പിൾ കാണിച്ചത് ഇത് കണ്ടോ, ഇത് നമ്മുടെ ചില്ലി മൊസൈക്കിന്റെ നമ്മുടെ മോട്ടർ ഇങ്ങനെ വെച്ച് കേട്ടോ ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ചില്ലി മൊസൈക്കിന്റെ ബ്രൂഡാ കണ്ടോ, നല്ല ഇയറും കാര്യങ്ങളും അതുപോലെ കളറും പ്ലാറ്റിനം ഷെയ്ഡും എല്ലാം കയറണ ഒരു നമ്മുടെ അടിപൊളി സെറ്റ് ഐറ്റമാണ്. പക്ഷേ കണ്ടോ ഇത് പറ്റിയേക്കണത് ഇത് 1 2 2 ഡെഡായി, ഒരെണ്ണം താഴെ ഡെഡായി കിടക്കണം. ഇതിപ്പോൾ നമുക്ക് കണ്ടറിയാം, ഇതിപ്പോൾ 3 ഒരേ സമയത്ത് ഡെഡായതല്ല, ഇത് പല തവണയായിട്ട് പല ടൈമായിട്ട് ഡെഡായതാണ്. അപ്പം ഈ വെള്ളത്തിനോ അല്ലെങ്കിൽ ഈ ഇതിലുള്ള ഏതെങ്കിലും ഫിഷുകൾക്ക് എന്തിനെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷനും ഫംഗസും ഒക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പം ഇതിൽ ഫംഗസ് ഉള്ളതിനെ എല്ലാത്തിനെയും നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ വെള്ളം വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ കാര്യമായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഗപ്പീസ് ഡെഡായി പോയേക്കണത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ റെഡിയാക്കി എടുക്കണം. ഇനി അടുത്ത ഫംഗസ് ഉള്ളത് ഒന്നില്ലെങ്കിൽ അതിനെ രക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ അടുത്തതിലേക്ക് സ്പ്രെഡ് ആവാതെ നോക്കുക എന്നുള്ളതാണ് അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ഈ 2 ബേസും കണ്ടോ, ഈ 2 ബേസിലെ വെള്ളം നമ്മൾ തലേന്ന് പിടിച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ പിടിച്ച് വെച്ചേക്കണ വെള്ളം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒന്ന് മെഥിലിൻ ബ്ലൂ ആണ് കേട്ടോ. മെഥിലിൻ ബ്ലൂ കുറച്ച് മതി, ഒരു 3-4 തുള്ളി. മെയിനായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കല്ലുപ്പ്, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കല്ലുപ്പ് അലിയനോടം വരെ മിക്സ് ചെയ്യണ്ട. ഈ മെഥിലിൻ ബ്ലൂ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഈക്വലായിട്ട് സ്പ്രെഡ് ആകുന്ന പോലെ ആ ഒരു ടൈം വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രൂഡിനെ പിടിക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും പിടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വെള്ളത്തിലേക്ക് ഇറക്കി വിടാം. അവർ നല്ല ഹാപ്പി ആയിട്ട് കിടക്കണുണ്ട്. എന്തായാലും നിലവിൽ വേറെ ഒറ്റ നോട്ടത്തിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ 2-3 ഡെഡായി പോയതുകൊണ്ട് ആ ഇൻഫെക്ഷൻ അടുത്തതിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ള ഒരു ഗപ്പി ആണെങ്കിൽ ആ ഇൻഫെക്ഷൻ വെള്ളത്തിലൂടെ അടുത്ത ഫിഷിലേക്ക് പകരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഒഴിവാക്കാം. കണ്ടോ ഇത് നമ്മൾ ഇന്നലെ ഇട്ട പർപ്പിൾ ബെറിയുടെ ഫീമെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു കുഴപ്പമില്ല, ഡെത്തോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നമില്ല. അതുപോലെ ഇത് നമ്മുടെ ചില്ലി മൊസൈക്കിൻ്റെ ബ്രൂഡ്, ഇതിലും ഡെത്ത് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റായിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉള്ളതാണെങ്കിൽ, ഒരുപാട് ഇൻഫെക്ഷൻ ഉള്ളതാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ഡെഡായി പോവും, അല്ലെങ്കിൽ ക്യൂർ ആയിട്ട് വരും. ആ ഡെഡായി പോയാൽ തന്നെ അത് അടുത്തതിലേക്ക് സ്പ്രെഡ് ആവില്ല, ഡെഡായി പോകത്തേ ഉള്ളൂ. അതാണിപ്പോൾ നമ്മൾ ചെയ്ത ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എന്തായാലും ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുവാണെങ്കിൽ, എന്തായാലും അടുപ്പിച്ച് ഡെഡായി പോകും, ഒരു ടാങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡെഡായി കിടക്കും, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്താൽ മതി, സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗപ്പിക്കുളം.